സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമേൽ സമരമുറകളുമായി എത്തി രാജ്യം നേടിയ സ്വാതന്ത്ര്യത്തിന് ഇന്ന് 79 വയസ്സ് തികയുകയാണ്. കച്ചവടത്തിനായെത്തി ഇന്ത്യയുടെ അധികാരം കൈക്കലാക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പുകളുടെയും സമരങ്ങളുടെയും ചരിത്ര പരമ്പരയിലെ വഴിത്താരകളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്നുകൂടെ അറിയപ്പെട്ട ഈ കലാപം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള ഒരു പ്രധാന ചെറുത്തുനിൽപ്പ് തന്നെയായിരുന്നു. പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പടങ്ങിയിട്ടുള്ള തിരകൾ ഉപയോഗിക്കാൻ സൈനികർ നിർബന്ധിതരായിരുന്നു ഈ കലാപത്തിന് പിന്നിലുള്ള പ്രധാന കാരണം. ബഹദൂർ ഷാ സഫർ രണ്ടാമനെ വിപ്ലവത്തിന്റെ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങിയ ഈ കലാപം 1858 ജൂണിൽ അടിച്ചമർത്തപ്പെട്ടെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തോട് ഇന്ത്യ നടത്തിയ സമര പോരാട്ടങ്ങളിലെ ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയായിരുന്നു 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. 1885 ഡിസംബർ 28 അലൻ ഒക്ടേവിയൻ ഹ്യൂമിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീടുള്ള സ്വാതന്ത്ര്യ സമര വീതിയിൽ നിർണായക പങ്കുവഹിച്ചു. 1905 ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആരംഭവും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു മങ്ങലേൽപ്പിക്കുന്നതിനായും ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നതിനുമായി തുടങ്ങിവെച്ചതായിരുന്നു ലോർഡ് കേഴ്സന്റെ നേതൃത്വത്തിലുള്ള ബംഗാൾ വിഭജനം എന്നത്. ഇതിനോടനുബന്ധിച്ച് നടന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആരംഭവും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി തുടരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റൊരു പ്രധാന അധ്യായമാണ് 1915 ഗാന്ധിജിയുടെ മടങ്ങിവരവ്. അഹിംസയും സത്യവും ആയുധങ്ങളാക്കിയുള്ള സമര പോരാട്ടങ്ങൾക്കാണ് പിന്നീടുള്ള ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. അഹിംസാ മാർഗങ്ങളിലൂടെ കർഷകർക്കും തൊഴിലാളികൾക്കുമായി 1917, 18 എന്നീ കാലഘട്ടങ്ങളിൽ ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങൾ പിന്നീടുള്ള ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റൊരു വേദനാജനകമായ അധ്യായമാണ് 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നത്. റൗലറ്റ് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനായി പഞ്ചാബിലെ അമൃത്സറിൽ ഒത്തുകൂടിയ നിരായുധരായ ജനങ്ങൾക്കിടയിലേക്ക് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മുന്നറിയിപ്പില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്നും ഒരു കറുത്ത പാടായി തുടരുന്നതാണ് ഈ സംഭവം. 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്നും 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറ്റൊരു പ്രധാന അധ്യായമാണ് 1930 ഉപ്പു സത്യാഗ്രഹവും തുടർന്നുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനവും. 1930 മാർച്ച് 2 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലിരുന്ന് ഗാന്ധിജി ബ്രിട്ടീഷ് വൈസ്രോയി ഇർവിൻ പ്രഭുവിന് എഴുതിയ കത്തിൽ ഇങ്ങനെ കുറിക്കുന്നു: ഈ കത്ത് താങ്കളുടെ ഹൃദയത്തെ തൊടുന്നില്ലെങ്കിൽ ഈ മാസത്തിലെ 11-ാം ദിവസം ഉപ്പു നിയമം ലംഘിക്കാൻ ഈ ആശ്രമത്തിലെ അന്തേവാസികളുമായി ഞാൻ ഇറങ്ങിത്തിരിക്കും. 1930 മാർച്ച് 12 ആശ്രമത്തിലെ 78 അന്തേവാസികളുമായി ഗാന്ധിജി യാത്ര തിരിക്കുകയും ദണ്ഡിയിൽ വെച്ച് ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് നിർമ്മിക്കുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ച ഒരൊറ്റ ജനകീയ വിപ്ലവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞു: ഇന്ന് അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നുയരും.